അപ്പൊ ഗായ്സ്, ഇപ്പൊ യു കെയിൽ എല്ലായിടത്തും പ്രോപ്പർട്ടി സ്കാം ആണ്. യു കെയിൽ ഇതുപോലെ തന്നെ പ്രോപ്പർട്ടിയിൽ നമ്മൾ സ്റ്റുഡൻസ് റെന്റിന് എടുത്തിട്ട് ആരും ഡെപ്പോസിറ്റ്, ലാൻഡ് ലോഡ് ആരും ഡെപ്പോസിറ്റ് കൊടുക്കില്ല. ഏജൻസികൾ ഫുള്ള്, അതും മെയിനായിട്ട് ഇന്ത്യൻ ഏജൻസികൾ കുറേ ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. ഈ ഇന്ത്യൻസിൻ്റെ കെയർ ഓഫിൽ എടുക്കുന്ന പ്രോപ്പർട്ടികളിലൊന്നും ഡെപ്പോസിറ്റ് തരില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ കുറച്ച് വീഡിയോസ് കണ്ടു. അപ്പോൾ ഞാൻ ആ വീഡിയോ ഇട്ട അവരെ അല്ല ഞാൻ പറയുന്നത്, എനിക്ക് അവരെ അറിയത്തുമില്ല. ഞാൻ ആ ഒരു കാര്യമല്ല പറയുന്നത്. ഞാൻ അവിടെ പ്രോപ്പർട്ടി മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ആ ഒരു പ്രോപ്പർട്ടി മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ഒരു സൈഡിൽ നിന്ന് ഇതുവരെ ഒരു വീഡിയോയോ ഒരു കാര്യമോ ആരും അറിഞ്ഞിട്ടില്ല. അപ്പം ഞങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന കുറച്ച് കാര്യം ഒന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യണേ. അതായത് ഇപ്പം ഞാനൊരു വീഡിയോ കാണിക്കാം. ഞങ്ങൾ ഫുള്ള് റിനോവേറ്റ് ചെയ്ത് ഒരു പ്രോപ്പർട്ടി പുതിയ സ്റ്റുഡൻസിന് റെൻ്റ് ഔട്ട് ചെയ്യുന്ന അന്ന് നൈറ്റിലെ ഒരു വീഡിയോ ആണ്. അതിപ്പോൾ ഞാൻ സൈഡിൽ കൊടുക്കാം. ഇത് നമ്മൾ ഫുള്ള് പെയിൻറ്റിങ് ചെയ്ത് നമ്മളൊരു ലാൻഡ് ലോഡിൻ്റെ നിന്ന് നമ്മളൊരു ലീസ് എഗ്രിമെൻറ്റിൽ നമ്മളൊരു വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു 5 വർഷത്തേക്കായിരിക്കും ഏജൻസി ലീസിനെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതേപോലെ തന്നെ റിനോവേറ്റ് ചെയ്ത് സ്റ്റുഡൻസിന് റെൻ്റ് ഔട്ട് ചെയ്യും. അപ്പോൾ ഈ പറയുന്ന നമ്മൾ ഫുള്ള് പെയിൻറ്റിങ്ങും അതുപോലെ തന്നെ ഫുൾ കാർപ്പറ്റിങ്, ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് പക്കയാക്കിയായിരിക്കും കൊടുക്കണേ. കാരണം ഈ ടെനൻസിനെ വെച്ചുള്ള വീഡിയോസ് വരെ നമ്മൾ എടുത്തിട്ടാണ് ഫസ്റ്റ് ഡേ നമ്മൾ ഇവരെ A to Z ഒരു ക്ലാസ് വരെ കൊടുത്തിട്ടാണ് എങ്ങനെയാണ് പ്രോപ്പർട്ടി നോക്കേണ്ടത്, എങ്ങനെയൊക്കെ നോക്കണം, ഈ ബാത്റൂം എങ്ങനെയാണ്. ഇപ്പം നമ്മുടെ ഇതുപോലത്തെ വാർക്ക വീട് കാര്യങ്ങളൊന്നുമല്ല, ഫുള്ള് വുഡൻ കൺസ്ട്രക്ഷനാണ്. അപ്പോൾ ബാത്റൂമിലൊക്കെ പുറത്ത് വെള്ളം വീണ് ഒരു തുള്ളി വെള്ളം വീഴാൻ പാടില്ല. അങ്ങനെയാണ് അവിടുത്തെ ആൾക്കാർ അങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യണേ. അല്ല നമ്മുടെ ഇവിടുത്തെ പോലെ പുറത്ത് നിന്ന് കുളിക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല. അവിടെ ഒന്നില്ലെങ്കിൽ ബാത്ത് ടബ് കാണും, അല്ലെങ്കിൽ ഗ്ലാസ് സെപ്പറേഷൻ വെച്ച് വാഷ് ഏരിയ, ഡ്രൈ ഏരിയ, വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ വെറ്റ് ഏരിയയിൽ മാത്രമേ വെള്ളം വീഴാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ താഴത്ത് ജിപ്സം ബോർഡാണ്, വുഡനാണ്. നേരെ ഒരു തുള്ളി വെള്ളം വീണാൽ തന്നെ നേരെ അത് താഴത്തേക്ക് ഇറങ്ങും. അതേപോലെയാണ് അവിടുത്തെ കൺസ്ട്രക്ഷൻ. അപ്പോൾ ഇതെല്ലാം നമ്മളൊരു ക്ലാസ് എടുത്ത് കൊടുത്തിട്ടാണ്, ഫസ്റ്റ് ഡേ ഒരു ക്ലാസ് എടുത്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഈ പിള്ളേരെല്ലാവരെയും പ്രോപ്പർട്ടിയിലേക്ക് കയറ്റണത്. കാരണം നമുക്ക് എന്നും പോയി ഇൻസ്പെക്ട് ചെയ്യാനൊന്നും പറ്റില്ല. ഇത് കഴിഞ്ഞ് ഇപ്പം അതെ ഒരു 8 മാസം കഴിഞ്ഞ് ആ വീട് നമ്മൾ തിരിച്ചെടുക്കണ സമയത്ത് ആ വീടിൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ ഇപ്പോൾ വീഡിയോ കൊടുക്കാം. 8 മാസം കൊണ്ട് ആ വീട് നമുക്കൊരു 2 ലക്ഷത്തിന് മേളിൽ മിനിമം അതിൽ വർക്ക് ചെയ്താൽ ഇനി അടുത്ത ആൾക്കാർക്ക് നമുക്കത് റെൻറ്റിന് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം ഫുള്ള് പാറ്റ, എലി, വേസ്റ്റ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാതെ വേസ്റ്റ് കുന്നുകൂടി കിടന്ന് അതിൽ ഫുള്ള് ഇതേപോലെ പാറ്റ, എലിയും ഫുള്ള് അലമ്പാക്കിയിട്ടിട്ടാണ് ഈ പിള്ളേർ പോയേക്കണത്. ഇതേപോലെ ഇതൊരു പ്രോപ്പർട്ടിയുടെ വീഡിയോ ആണ്. ഇതേപോലെ ഇഷ്ടം പോലെ പ്രോപ്പർട്ടീസിൻ്റെ നമ്മുടെ കയ്യിൽ വീഡിയോസും കാര്യങ്ങളും കിടപ്പുണ്ട്. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഏജൻസികൾ എന്ത് ചെയ്യും? ഈ സ്റ്റുഡൻസിൻ്റെ ഡെപ്പോസിറ്റിൽ നിന്ന് പിടിക്കും. ഈ നമുക്ക് ഒന്നില്ലെങ്കിൽ നമ്മൾ അവരോട് പറയാറുണ്ട്, ഞങ്ങൾ തന്ന കണ്ടീഷനിലേക്ക് നിങ്ങൾ ആക്കി തരിക. പെയിന്റ് അടിക്കണമെങ്കിൽ നിങ്ങൾ പെയിന്റ് വാങ്ങിച്ച് നിങ്ങൾ പെയിന്റ് അടിച്ച് ഫുള്ള് സെറ്റാക്കി തരിക. അതല്ലെങ്കിൽ ക്ലീനിങ് നിങ്ങൾ തന്നെ ക്ലീൻ ചെയ്ത് പക്ക ഞങ്ങൾ എങ്ങനെയാണോ തന്നേ ആ രീതിയിൽ നമുക്ക് തിരിച്ചു തരണം. അത് അവർക്ക് ചെയ്യാം. ഇനി അവർ ചെയ്തില്ല ആ രീതിയിൽ നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രൊഫഷണലായിട്ട് ക്ലീൻ ചെയ്യുന്ന ആൾക്കാരെ വിട്ട് അത് ക്ലീൻ ചെയ്യിക്കും. അന്നേരം അതിന് പെർ അവർ അവർ എത്രയാണോ ചാർജ് ചെയ്യുന്നത് ആ ചാർജ്, പെയിന്റ് എല്ലാ എക്സ്പെൻസും ചെയ്ത് ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ സ്റ്റുഡൻസിന് കൊടുക്കും. ബാക്കിയൊന്നും ഉണ്ടാവാറില്ല. കാരണം അവിടുത്തെയൊക്കെ സ്കിൽഡ് ലേബേഴ്സിൻ്റെ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെയാണ്, അവിടെ ഉള്ളവർക്കറിയാം. അപ്പം ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഇതുവരെ ആരും ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല. ഇപ്പം ഞാനിപ്പോൾ നാട്ടിലാണ് കറൻ്റ് ഉള്ളത്. എന്നോടും പലരും ചോദിച്ചു, അതായത് യു കെയിലുള്ള സ്റ്റുഡൻസിൻ്റെ പാരൻസ് പലരും ചോദിച്ചു, അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, ആർക്കും ഡെപ്പോസിറ്റ് ഒന്നും കൊടുക്കാത്ത അവിടെ ചെന്ന്. ഇപ്പം പലരും ഇതേപോലെ തന്നെ പല വീടുകൾ മാറുമ്പോൾ ഒരിടത്തുനിന്നും ഡെപ്പോസിറ്റ് കിട്ടില്ല, അങ്ങനെയാണോ അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നോട് ഇങ്ങനെ പലരും ചോദിച്ചു. അന്നേരമാണ് എന്നാൽ പിന്നെ ഇതൊരു വീഡിയോ ചെയ്യുക. കാരണം ആരും ഇതുവരെ ആ ഒരു സൈഡിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. ഇതേപോലെയുള്ള നിങ്ങളുടെ മക്കള്, അതായത് സ്റ്റുഡൻസ് അവിടെ വന്ന് കാണിക്കുന്ന ഇതിൻ്റെ പേരിലാണ് ഈ ഡെപ്പോസിറ്റ് പോണത്. ഒന്നില്ലെങ്കിൽ പ്രോപ്പർട്ടി മര്യാദയ്ക്കായിരിക്കില്ല, അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഇതിൽ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻ്റ് ആയിട്ടായിരിക്കും വരുന്നത്.
വന്നു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ജോലി അന്വേഷിച്ച് ഒരു 3-4 മാസം എടുക്കും ഒന്ന് ജോലിയൊക്കെ ഒന്ന് സെറ്റായി വരാൻ. ആ ഒരു 4 മാസം കഴിഞ്ഞ് ചിലപ്പോൾ ജോലി കിട്ടുന്നത് ദൂരെ ആയിരിക്കും. അപ്പം ഇവർക്ക് അങ്ങോട്ട് മാറേണ്ടി വരും, ആ ജോലി കിട്ടുന്നതിൻ്റെ അടുത്തോട്ട് മാറേണ്ടി വരും. അപ്പം ചിലവർ നമ്മളോട് പ്രോപ്പറായിട്ട് ഇങ്ങനെ ഒരു സംഭവമാണ് നമുക്ക് മാറണം എന്ന് പറഞ്ഞിട്ട് മൂവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ കുഴപ്പമില്ല, നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യും. ചിലപ്പം വേറൊരു കറക്റ്റ് ടൈമിൽ വേറൊരു ടെനൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ റൂമിൽ അവർക്ക് പകരം ഇവരെ കയറ്റി അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മുടെ ഡെപ്പോസിറ്റും കൊടുക്കാറുണ്ട്, കാര്യങ്ങളുണ്ട്. മിക്കവരും ഇത് പറയില്ല, ഇത് ഏജൻസിനെ ഇൻഫോം ചെയ്യില്ല. ഇവരങ്ങ് മാറിയിട്ട്, അതായത് ഇപ്പോൾ 6 മാസത്തെ എഗ്രിമെൻ്റ് ആണെങ്കിൽ 6ാമത്തെ മാസത്തെ റെൻറ്റ് തരുന്നതിന് മുന്നേ 5ാമത്തെ മാസം ലാസ്റ്റ് ആകുമ്പോഴത്തേന് ഇവരെ നൈസായിട്ട് അങ്ങോട്ട് മാറും, നമ്മളോടൊന്നും പറയില്ല. എന്നിട്ട് പറയും എനിക്ക് അവിടെ ജോലി കിട്ടിയിട്ട് അങ്ങോട്ട് പോയി അത്യാവശ്യമാണ് ഡെപ്പോസിറ്റ് തിരിച്ചു വേണം എന്നൊക്കെ പറയും. ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് റെൻറ്റ് കവർ ചെയ്യാനുള്ള സാധനമല്ല ഡെപ്പോസിറ്റ്. അത് സെക്യൂരിറ്റിക്ക് വേണ്ടി വാങ്ങിച്ചു വെക്കുന്നതാണ്. കാരണം നമ്മൾ 6 മാസം കഴിഞ്ഞ് ആ പ്രോപ്പർട്ടിയിൽ ചെല്ലുമ്പോൾ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് തന്ന ഫർണിച്ചേഴ്സ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, TV ഉണ്ട്. അപ്പം ഇതിലെന്തെങ്കിലും ഡാമേജ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പിടിക്കാനുള്ളതാണ് ഈ പറഞ്ഞ ഡെപ്പോസിറ്റ്. അത് റെൻ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. എല്ലാ പിള്ളേരും ചെയ്യുന്ന കാര്യമാണ്. 5ാമത്തെ മാസം ആയി കഴിയുമ്പോഴത്തേന് ഒറ്റയടിക്ക് അങ്ങോട്ട് വേറെ വീടെടുത്ത് അങ്ങ് മാറും. എന്നിട്ട് നമ്മളെ വിളിച്ച് പറയും ഡെപ്പോസിറ്റ് തിരിച്ചു തരണം, ഇങ്ങനെ ഒരു അത്യാവശ്യം വന്ന് മാറിപ്പോയി. അപ്പം നമ്മൾ മാന്യമായിട്ടുള്ള ചില ഇതിൽ നമ്മൾ വേറെ സ്റ്റുഡൻസിനെ കിട്ടുമോ നോക്കും, അല്ലെങ്കിൽ വേറെ ടെനൻസിനെ കിട്ടുമോ നോക്കും. ആ ഒരു ആഴ്ചക്കുള്ളിൽ വേറെ ടെനൻസിനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ മാറ്റി കൊടുക്കും. ആ ഒരാഴ്ചത്തെ റെൻറ്റ് പിടിച്ചിട്ട് ബാക്കി കൊടുക്കും. പക്ഷെ ഇതിൽ മിക്കതും സംഭവിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 2018 ആ ടൈം തൊട്ടാണ് അവിടെ പ്രോപ്പർട്ടികൾ കിട്ടുക. ഇപ്പം ഞാനൊക്കെ ചെന്ന സമയത്ത് അവിടെയൊക്കെ ചില മാളുകളുടെ ഫ്രണ്ടിൽ എയർപോർട്ടിൽ നിന്ന് വന്ന് പെട്ടിയിൽ തലവെച്ച് കിടന്നുറങ്ങിയ പിള്ളേരുണ്ട്. കാരണം വീട് കിട്ടാനില്ല, കാരണം വീടില്ല. കാരണം അതേപോലെ സ്റ്റുഡൻസ് ആണ് കയറി വന്നത്. ഈ ഒരു 2022 പീക്ക് ടൈം. കിടക്കാൻ സ്ഥലമില്ല. അങ്ങനെ ഞാൻ ശരിക്കും കണ്ടിട്ടുണ്ട് ഒരു മാളിൻ്റെ ഫ്രണ്ടിൽ ഇതേപോലെ തന്നെ എയർപോർട്ടിൽ നിന്ന് വന്നിറങ്ങി ആ പെട്ടി വെച്ച് കിടന്നുറങ്ങിയിട്ടുള്ള പിള്ളേരുണ്ട്, കാരണം വീട് കിട്ടാതെ വന്നിട്ട്. അപ്പം അന്നൊക്കെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും UK റൂള് പ്രകാരം ബ്ലഡ് റിലേഷൻ അല്ലാത്ത ആർക്കും റൂം ഷെയർ ചെയ്യാൻ പാടില്ല. ഇപ്പം 3 ബെഡ്റൂം ഹൗസ് ആണെങ്കിൽ അവിടെ 3 പേർക്കേ നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് കപ്പിൾസ് ആയിരിക്കണം. കപ്പിൾസ് ആണെങ്കിൽ കുഴപ്പമില്ല, ഒരു റൂമിൽ 2 പേർക്ക് നിൽക്കാം. അതല്ല എങ്കിൽ ഒരാൾക്ക്. അപ്പം ആ രീതിയിൽ ഉള്ള ഏജൻസികൾ ആരും സ്റ്റുഡൻസിന് പ്രോപ്പർട്ടി റെൻ്റ് ഔട്ട് ചെയ്യില്ല. അതാണ് വേറെ ഒരു മെയിൻ കാര്യം. കുറേ ഏജൻസികളുണ്ട്, വലിയ അവിടുത്തെ ടോപ്പ് ഏജൻസികളുണ്ട്. അവർക്ക് ഇഷ്ടംപോലെ പ്രോപ്പർട്ടികളും കാണും. പക്ഷേ ഇവരുടെ കയ്യിൽ നിന്ന് നമുക്ക് സ്റ്റുഡൻസിന് പ്രോപ്പർട്ടി കിട്ടില്ല. കാരണം സാലറി സ്ലിപ്പ് കാണിക്കണം. നമുക്ക് മന്ത്ലി ഇത്ര രൂപ സാലറി ഉണ്ടെങ്കിലേ ഇതേപോലുള്ള പ്രോപ്പർട്ടീസ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ടൊക്കെയാണ് നമ്മളിപ്പോൾ മലയാളികളും നമുക്കിത് അറിയാവുന്നത് കൊണ്ടാണ് നമ്മൾ ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ കുറേയൊക്കെ ചെയ്യണത്. കാരണം അവർക്ക് വേറെ ലീഗലായിട്ട് വേറെ വഴിയില്ല വേറെ പ്രോപ്പർട്ടി എടുക്കാൻ. കാരണം നമ്മളെ പോലെയുള്ള അല്ലെങ്കിൽ ഇതേപോലെയുള്ള പാകിസ്ഥാനികളുടെ കുറേ ഏജൻസികളുണ്ട്. ഇങ്ങനെയുള്ളവർ മാത്രമേ ഈ പറയുന്ന സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ഒരു റൂമിൽ 2 പേരെങ്കിലും വെച്ച് നിൽക്കാൻ സമ്മതിക്കുള്ളൂ. ഇത് ആ ഒരു പീക്ക് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 3 ബെഡ്റൂം ഹൗസിൽ 10, 15, 20 പേര് വരെ കിടക്കാറുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് ഒരാൾക്ക് 800 പൗണ്ട് അല്ലെങ്കിൽ 1000 പൗണ്ട് റെന്റ് വരുന്നിടത്ത് ഒരു റൂമിൽ 4 പേരായി കഴിഞ്ഞാൽ അത് 250 അല്ലെങ്കിൽ 300 പൗണ്ടിലേക്ക് മാറും. അപ്പോൾ 1 ലക്ഷം രൂപ റെന്റ് കൊടുക്കേണ്ടത് ഒരാളപ്പം 30,000 കൊടുത്താൽ മതി. അപ്പം ആ ഒരു അവർക്കും, കാരണം ഇവിടുന്ന് വരുന്ന ഒരു സ്റ്റുഡൻറ്റിന് 4 മാസം എടുക്കും മിനിമം ഒരു ജോലി കിട്ടാൻ. ആ ജോലി കിട്ടുന്ന അത്രയും നാൾ ഈ 1 ലക്ഷം വെച്ച് റെന്റ് കൊടുക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഈ ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം അവിടെ നടക്കുന്നത്. പക്ഷേ എന്നിട്ട് ജോലിയെല്ലാം കിട്ടിക്കഴിയുമ്പോൾ ഇത് ഒറ്റയടിക്ക് അങ്ങ് ഇറങ്ങിപ്പോകുന്നു. ആ വക പ്രശ്നങ്ങളാണ്. എന്നിട്ട് പറയുമ്പോൾ ഡെപ്പോസിറ്റും തരുന്നില്ല എന്നുള്ള പേര് പറയും. ഇതാണ് മെയിനായിട്ട് നടന്നുകൊണ്ടിരിക്കണേ. ഞാനിപ്പോൾ ഒരു 4 വർഷമായി പ്രോപ്പർട്ടി അവിടെ മാനേജ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇഷ്ടംപോലെ പിള്ളേരെ കണ്ടിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഞാൻ എല്ലാവരും പറയുമല്ല, ഇതിലെല്ലാം ഒരു 90% ഈ സ്റ്റുഡൻസിൻ്റെ പ്രശ്നം കൊണ്ടാണ്.
അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ആ ഒരു ടെനൻസിന്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും ലാൻഡ് ലോഡ് ഡെപ്പോസിറ്റ് തരാത്തത്. പിന്നെ 5% ആൾക്കാരുണ്ട് മനഃപൂർവ്വം ഇതൊരു ഇതാക്കിയെടുത്ത് ഡെപ്പോസിറ്റ് കൊടുക്കില്ല, അതും ഇതുമൊക്കെ പറഞ്ഞ് ഡെപ്പോസിറ്റ് കൊടുക്കാതിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. രണ്ടും ഉണ്ട്, ഇല്ലാന്നൊന്നും പറയുന്നില്ല. അപ്പം ഞാനിത് കുറച്ച് പേർക്കെങ്കിലും ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഇതിപ്പോൾ വീഡിയോയിൽ കാണുന്നതാണ് ഇപ്പം എല്ലാവരും വിശ്വസിക്കുന്നത്, സോഷ്യൽ മീഡിയയിൽ ഇപ്പം അങ്ങനെയാണ്. അപ്പം ഈ സ്റ്റുഡൻസിൻ്റെ ഒരു സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ മാത്രമേ ഇതുവരെ കേട്ടിട്ടുള്ളൂ. അപ്പം ഇങ്ങനെയും ഒരു സൈഡ് ഉണ്ട്, ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഇതൊന്നും ആരും പറയില്ല, ഇതിപ്പോൾ അവർ പറയില്ല ഞങ്ങൾ അവിടെ അവരുടെ വീട്ടിൽ 4 പേർക്കാണ് എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നത്, അവരുടെ 10 പേരെ കയറ്റി അതുകൊണ്ടാണ് ഏജൻസി ഇറക്കി വിട്ടതെന്നൊന്നും പറയില്ല. അവിടേക്ക് ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ രാത്രിക്ക് രാത്രി അതൊന്നും നോക്കില്ല, നേരെ ഇവാക്യുവേറ്റ് ചെയ്യും. കാരണം അവർക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. അതായത് നമുക്ക് തരുന്ന ലാൻഡ് ലോഡ്സ് റിസ്ക് എടുക്കില്ല. അവരെന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇറക്കിക്കോ. എഗ്രിമെൻറ്റിൽ ഇല്ലാത്ത ഒരാളെ അവിടെ നിർത്തൂല. രാത്രി ആണെങ്കിലും പെട്ടി സാധനങ്ങളും എടുത്ത് വെളിയിലിട്ട് അല്ലെങ്കിൽ ഡോറിൻ്റെ ലോക്ക് മാറ്റും, എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവരെ പുറത്താക്കും. അപ്പം അങ്ങനെയുള്ള സമയത്താണ് ഈ പറയുന്ന ഇവർ വീഡിയോ എടുത്തിടും. ഇതിൽ വേറെ ഒരു കാര്യമുണ്ട്. ഇതിലിപ്പം വേറെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് റെൻറ്റിനെടുത്തേക്കുന്ന ഒരു മെയിൻ ഒരാളായിരിക്കും, അയാളായിരിക്കും ബാക്കിയുള്ള ഫ്രണ്ട്സിനെ, ഇയാളുടെ ഫ്രണ്ട്സിനെയൊക്കെ ആ വീട്ടിൽ കയറ്റുന്നത്. അപ്പം മെയിനായിട്ട് നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ഈ ഒരാൾ മാത്രമായിരിക്കും. ബാക്കി അവിടെ എത്ര പേര് നിൽക്കുന്നു അല്ലെങ്കിൽ ആ വക കാര്യങ്ങൾ നമുക്കറിയില്ല. ഇവരെന്ത് ചെയ്യും, ചിലപ്പോൾ 6 മാസം കഴിഞ്ഞ് ഇവർ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് വീണ്ടും ഒരു 6 മാസത്തേക്ക് എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഇവർ വേറെ സ്റ്റുഡൻസിന്, അടുത്ത ഇൻടേക്കിൽ വരുന്ന സ്റ്റുഡൻസിന് ഇവർ ഇത് റെൻ്റ് ഔട്ട് ചെയ്യും. മനസ്സിലായോ? നമുക്ക് റെൻറ്റ് കിട്ടിയാൽ മതി, നമുക്ക് ഡെയിലി പോയി ചെക്ക് ചെയ്യാൻ പറ്റില്ല അവിടെ ആരൊക്കെയാണ് നിൽക്കണേന്ന്. അപ്പോൾ ഇവർ റെൻ്റ് ഔട്ട് ചെയ്യും. അപ്പോൾ 1 വർഷം കഴിഞ്ഞ് അവരുടെ എഗ്രിമെൻറ്റും കഴിഞ്ഞ് 1 വർഷമൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ ചെല്ലുമ്പോഴായിരിക്കും ആ പ്രോപ്പർട്ടിയുടെ അവസ്ഥ ആകെ അലമ്പായിരിക്കും. അപ്പം ചിലപ്പോൾ ഇപ്പോൾ പുതിയ വന്ന ടെനൻസ് ആയിരിക്കില്ല, അതിന് മുന്നേ നിന്നവരായിരിക്കും ഇത് ഫുൾ അലമ്പാക്കിയിട്ടേക്കണം. ചിലപ്പോൾ അതേ കണ്ടീഷനിലായിരിക്കും ഇവർക്ക് കിട്ടിയേക്കുന്നത്. പക്ഷെ നമുക്കതറിയില്ല. നമ്മളപ്പോൾ പിടിക്കണത് ആരുടെയാ, ഈ അവസാനം നിൽക്കണ അവരുടെ ആയിരിക്കും ഡെപ്പോസിറ്റും പിടുത്താൻ പറഞ്ഞത്. അപ്പം ഇങ്ങനെയും കുറേ ആൾക്കാരുണ്ട്. ഇതേപോലെ വേറെ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നും പലയിടത്തുനിന്നും ഇതേപോലെയുള്ള ആ വീട്ടിൽ നിൽക്കുന്ന ആൾക്കാർ ഇതേപോലെ അഡ്വർടൈസ്മെൻ്റ് ഇട്ട് കുറേ പിള്ളേർ അങ്ങനെ കയറുന്നുണ്ട്. അങ്ങനെ കയറുമ്പോഴാണ് കൂടുതലും പ്രശ്നങ്ങൾ കണ്ടേക്കണേ. കാരണം ആരായിട്ടാണ് എഗ്രിമെൻ്റ് എന്നറിയില്ല, ഇതിൻ്റെ മെയിൻ ഏജൻസി ആരാന്നറിയില്ല. ഇതൊന്നും അറിയാതെ ഒരാൾ പറഞ്ഞ ഇത് കേട്ടാണ് ആ വീട്ടിലേക്ക് വരണത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന അവസാനം അവിടുന്ന് ഇറങ്ങേണ്ട ടൈമിലായിരിക്കും ഏജൻസി ആയിട്ട് മീറ്റ് ചെയ്യുന്നത്, ഏജൻസിയുടെ കാര്യങ്ങൾ അറിയുന്നത്, ഇതിങ്ങനെയൊക്കെയാണെന്ന് അറിയണത്. അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ആ ഒരു രീതിയിലായി പോകും. അങ്ങനെ പല രീതിയിൽ അവിടെ ഈ സ്റ്റുഡൻസ് തന്നെയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ തന്നെയാണ് ഈ വക പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കണത്. അല്ലാതെ എല്ലാം ഒന്നും ഈ ലാൻഡ് ലോഡ്സിൻ്റെയോ ഏജൻസികളുടെയോ പ്രശ്നമല്ല. ഈ ഡെപ്പോസിറ്റ് കൊടുക്കാത്തതും ഇതൊക്കെ അവിടെ ഉള്ള സ്റ്റുഡൻസും ഇവരുടെയും പ്രശ്നങ്ങളാണ്. പക്ഷെ ഇതൊന്നും ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പം എനിക്ക് ഇത്രയെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നി. അപ്പോൾ എന്നോട് ഇതേപോലെ കുറേ സ്റ്റുഡൻസിൻ്റെ പാരൻസ്, അതായത് പലർക്കും നമ്മൾ പ്രോപ്പർട്ടികൾ അവിടെ കൊടുത്തതിന് ശേഷം ഇവരുടെ പാരൻസ് ആയിരിക്കും നമ്മളായിട്ട് ചിലവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, കാരണം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് വെച്ച്. അപ്പം അതിന് ശേഷം പലരും ഇപ്പം നമ്മൾ പണ്ട് കൊടുത്ത പ്രോപ്പർട്ടീസിലൊക്കെ ടെനൻസിൻ്റെ പാരൻസ് ഒക്കെ നമ്മളെ വിളിച്ച് ചോദിക്കാറുണ്ട്, ഇങ്ങനെയൊക്കെ എന്താണ് എങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ ഇപ്പം കുറച്ച് അധികം ആയതുകൊണ്ടാണ് ഞാനിത് കുറച്ച് പേർക്കെങ്കിലും ഇത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു കാര്യം. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട് ഇങ്ങനെ അല്ല, അല്ലെങ്കിൽ ഇത് ശരിയാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഒരു സൈഡ്. അപ്പം അത്രേ ഉള്ളൂ. സുലാൻ.